ഇന്ന് ചിന്നുവിൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ആണ്. 25th ജാനുവരിയാണ്. അപ്പോൾ ഞാൻ മെല്ലെ പറയുന്നതെന്ന് വെച്ചാൽ 4 മണിയായിട്ടുള്ള ഗൈസ്, 4 മണി. അപ്പോൾ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു 8 o'clock 8:30 ആകുമ്പോഴത്തേക്ക് ഫ്രീ ആവണം. അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും ഉറങ്ങുകയാണ്. അതാണ് ഞാൻ മെല്ലെ സംസാരിക്കുന്നത്. ടു യൂട്യൂബ് ചാനൽ. അതിന് മുന്നേ എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ 24th കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, നൈറ്റുള്ളതൊക്കെ. നമുക്കത് കണ്ടിട്ട് മെല്ലെ വീഡിയോയിലേക്ക് പോകാം. എന്തായാലും ബ്രൈഡ് കത്തി ഇത് ചിന്നു ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയാണ് ഫുള്ള് മെസ്സാട്ടോ. കാരണം എൻഗേജ്മെൻറ്റ് തലേ ദിവസമാണ്. അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തിട്ട് ഫുള്ള് മെസ്സായി കിടക്കുകയാണ്. പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ എൻ്റെ മാമിമാർ, അതേപോലെ തന്നെ ആൻറ്റി, ചേച്ചി, പിന്നെ അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും കുറച്ച് പണിയിലാണ്. കാരണം നാളത്തേക്കുള്ള ഫുഡിന് വെപ്പുകാർ പറഞ്ഞിട്ട് വലിയുള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നാക്കി വെക്കുന്നുണ്ട്. അപ്പുറത്ത് മാമനും അതേപോലെ തന്നെ പാപ്പനും കൂടി വെള്ളം തിളപ്പിക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ് നമുക്ക് കുടിക്കാനുള്ള വെള്ളം തലേന്ന് അച്ഛൻ പറഞ്ഞു ചൂടാക്കി വെക്കാമെന്ന് വെച്ചാൽ നാളെ ആകുമ്പോഴത്തേക്ക് തണയുമല്ലോ. പല സ്ഥലത്തും കണ്ടിട്ടുള്ളതാണ് പച്ചവെള്ളം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛന് ഒട്ടും താല്പര്യമില്ല അങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛനായിട്ട് പറഞ്ഞതാണ് തണഞ്ഞോളും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വലിയൊരു ചെടി ഫുള്ളായിട്ട് വെള്ളം തടയാൻ നിൽക്കുകയാണ്. പുറത്ത് വന്ന് നോക്കുമ്പോൾ കുട്ടികളൊക്കെ ഫുള്ള് വൈബിലാട്ടോ. എല്ലാവരുടെ കളിയാണ്. അകത്താണെങ്കിലും ചിന്നു ഫ്രണ്ട്സൊക്കെ ഡാൻസാണ്. അവരിങ്ങനെ എന്താ പറയുക പാട്ടൊക്കെ വെച്ച് അതിൻ്റെ ഫുള്ള് ഡാൻസ് കളിക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിന്നു ലോക്കാവാൻ പോവാണ് ഗായ്സ്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അമ്മമ്മ ഇരിക്കുന്നുണ്ട്, പിന്നെ മാമി, ആൻറ്റി, വല്യമ്മ, പിന്നെ ഗോപു എന്ന് വെച്ചാൽ മാമൻ്റെ മോൻ, ഇങ്ങനെ എല്ലാവരും കൂടി ഇവിടെ ഇരുന്നിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്യണം ഞങ്ങൾ ആൾക്കാരെ. പിന്നെ ഞാൻ കണ്ണേട്ടനെ കാണാൻ പോയി നോക്കുമ്പോൾ കണ്ണേട്ടൻ ബാക്കിൽ വെപ്പുവരയിൽ ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ പോലും. അപ്പോൾ കണ്ണേട്ടൻ തന്നെ എന്ത് ചെയ്യും, ഭയങ്കര പണ്ടേ ഉള്ളതാണ്, ഇങ്ങനെ ഓരോന്ന് ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ചിക്കനൊക്കെ നോക്കി എനിക്ക് തന്നു, ഗുങ്കുവും തന്നു. പുറത്തുനിന്ന് എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടോ. നമ്മൾ ക്ഷണിച്ച ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഓൾ സെറ്റാണ്. ഇത് ഫൈനലി അബീസ് ഹിയർ. കാരണം അബി എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ്. ഒരു കുഞ്ഞു ബൊക്കെയൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഗുങ്കുവിനെ കൊണ്ട് കൊടുപ്പിക്കാമെന്ന് പറഞ്ഞു ചിന്നും. ഗുങ്കുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഗുങ്കു പാപ്പ എന്ന് വിളിക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് പാപ്പനെ കൊടുക്കണേന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ബൊക്കെയൊക്കെ കൊടുത്തു നമ്മൾ ഇൻവൈറ്റ് ചെയ്തു. അബിൻ്റെ വീട്ടുകാരിയും ഒക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടുണ്ട് അങ്ങനെയൊക്കെ കാണുന്നത്. അതും ഞങ്ങൾക്ക് സർപ്രൈസ് ആയ കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ അവർ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. എന്തായാലും നമ്മുടെ ടൈം വരുന്നത് 11നും 12 മണിയും ഒരു ബിറ്റ്വീൻ ആയിരുന്നു റിംഗ് എക്സ്ചേഞ്ചിൻ്റെ ടൈം എന്ന് പറയുന്നത്. അങ്ങനെ ചിന്നു വന്നു. ചിന്നുവിനെ സ്റ്റേജിലേക്ക് ഇരുത്തി. പിന്നെ അച്ഛന്മാരൊക്കെ വന്നു. റിംഗ് അവർ കൊടുത്തു. കുറച്ച് ടൈം ആവുന്ന സമയത്ത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ചിന്നു ഭയങ്കര എന്തൊക്കെയോ കുറവൊക്കെ ആവേണ്ടിയിരുന്നു. അബിക്കും ഭയങ്കര കുറവാവേണ്ടായിരുന്നു. പറയാൻ പറ്റില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളും ഇങ്ങനെ തന്നെയാവും. എന്തായാലും ഒക്കെ മംഗളപരമായി നടന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറേ ഫോട്ടോസിൻ്റെ അടുത്ത് മിസ്സായി. പിന്നെ ഒരു ബൊക്കെ കൊടുത്തു. അതേപോലെ തന്നെ അബിൻ്റെ അനിയത്തി അഭിനയാണ് അവൾക്ക് ബ്രേസ്ലെറ്റ് ഇട്ടത്. പിന്നെ മോൻ എന്ത് ചെയ്തു, ഫോൺ കൊടുത്തു. അങ്ങനെ ഒരുപാട് പേര് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കണം. പിന്നെ നമുക്ക് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അബിനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. എനിക്ക് കേക്ക് കട്ടിങ് ഒന്നും കാണാൻ പോലും പറ്റിയില്ല. കാരണം എൻ്റെ മോൻ ഭയങ്കര വാശിക്കായതുകൊണ്ട് അവനെ ഫീഡ് ചെയ്യാനും അവനെ ഉറക്കാനുള്ള ഇതിൽ ഞാൻ അകത്തായിരുന്നു. ഞാൻ മിസ്സായി. ഈ ഒരു മൊമെൻറ്റ് എനിക്ക് കാണാനേ പറ്റിയിട്ടില്ല. എന്തായാലും അവൾക്ക് നല്ല അടിപൊളിയായി നടന്നു. പിന്നെ നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന ചടങ്ങായിരുന്നു. എന്തായാലും കാരണവന്മാരൊക്കെ കൂടി ഫിക്സ് ചെയ്തു. പിന്നെ ഫോട്ടോഷൂട്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേറൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. കാരണം ചിന്നു എനിക്ക് വേണ്ടി ഒരു സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം അവൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൾക്ക് തന്നിട്ട് അനുഗ്രഹം വാങ്ങണമെന്ന്. പക്ഷേ രാവിലത്തെ ഒരു ഹർബറിലൊക്കെ മറന്നുപോയി. എന്തായാലും ഭയങ്കര ഹാപ്പിയായി. എൻഗേജ്മെൻറ്റ് എല്ലാ ഫോട്ടോസും നമുക്ക് എഡിറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല. കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുള്ളൂ. ആ ഫോട്ടോസ് ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.